അതിജീവിതയെ അധിക്ഷേപിച്ച കേസിൽ ഒടുവിൽ രാഹുൽ ഈശ്വറിന് ജാമ്യം ലഭിക്കുകയാണ്. റിമാൻഡിലായി 14-ാം ദിവസമാണ് ജാമ്യം ലഭിച്ചത്. അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി. അനന്തൻ, ഈ കേസ് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഇപ്പോൾ കോടതി ഏത് സാഹചര്യത്തിലാണ് ജാമ്യം അനുവദിച്ചത്? എങ്ങനെയായിരുന്നു കോടതി നടപടികൾ, വാദങ്ങൾ? രതീഷ്, അതിജീവിതയെ അധിക്ഷേപിച്ച കേസിലാണ് രാഹുൽ ഈശ്വറിനെ 14 ദിവസം കോടതി റിമാൻഡ് ചെയ്തിരുന്നത്. ഈ 14 ദിവസവും പൂർത്തിയായി. ഇപ്പോൾ 15-ോ 16-ാമത്തെ ദിവസമാണ് രാഹുൽ ഈശ്വർ ഇപ്പോൾ ഇന്ന് ജയിലിൽ കിടക്കുന്നത്. ഇന്നും രാഹുൽ ഈശ്വറിന് ജാമ്യം ലഭിക്കുമെന്നുള്ളൊരു ആശങ്കയുണ്ടായിരുന്നു. കാരണം ജാമ്യം പരിഗണിക്കേണ്ട കോടതി ഇന്ന് അവധിയായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ശേഷം അഡീഷണൽ സെഷൻസ് കോടതി രാഹുൽ ഈശ്വറിൻ്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുകയും രാഹുൽ ഈശ്വറിന് ജാമ്യം നൽകുകയുമാണ് ഉണ്ടായത്. കാരണം ഈ റിമാൻഡ് കാലാവധി പൂർത്തിയാക്കി കഴിഞ്ഞു. അതിനുശേഷവും ജയിലിൽ കിടക്കേണ്ടി വന്നു. ആ ഒരു കാര്യം കൂടി പരിഗണിച്ചുകൊണ്ടാണ്. മാത്രമല്ല, പോലീസ് പുതിയതായിട്ട് കസ്റ്റഡി അപേക്ഷ കൊടുത്തിട്ടില്ല. ഈ ജാമ്യം നൽകുന്നതിനെ പ്രോസിക്യൂഷൻ എതിർത്തതുമില്ല. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് രാഹുൽ ഈശ്വറിൻ്റെ ആവശ്യം, അതായത് അന്വേഷണത്തിലുള്ള ആവശ്യം പോലീസിന് പൂർത്തിയായി കഴിഞ്ഞു. അതിൻ്റെ കൂടി സാഹചര്യത്തിലാണ് രാഹുൽ ഈശ്വറിന് ഇന്നിപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുന്നത്. ഏതായാലും ഒരു സ്റ്റേഷൻ ജാമ്യം കിട്ടാവുന്ന വകുപ്പ് പ്രകാരം രജിസ്റ്റർ ചെയ്ത FIR-ലാണ് രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്തത്. പിന്നീട് നോൺ ബെയിലബിൾ ഒഫൻസ് അതിനകത്ത് കൂട്ടിച്ചേർത്തു. അതിനുശേഷം രാഹുൽ ഈശ്വർ റിമാൻഡിൽ പോയി 14 ദിവസം. ആദ്യഘട്ടത്തിൽ ജാമ്യാപേക്ഷ നിരസിച്ചു, പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. പിന്നീട് രണ്ടാമത് ഈ ജാമ്യാപേക്ഷ നൽകുമ്പോൾ അത് ഒരേ സമയം 2 കോടതികളിൽ ജാമ്യാപേക്ഷ മൂവ് ചെയ്തു. അതൊക്കെ പ്രോസിക്യൂഷൻ ഉയർത്തിക്കാട്ടുകയും ഈ ജാമ്യത്തെ എതിർക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ അത്തരം വിചിത്രമായ ചില നടപടികളിലൂടെയൊക്കെ കടന്നു പോവുകയും കോടതിയിൽ സ്വയം വാദിക്കാനൊക്കെ ശ്രമിക്കുകയും ഒക്കെ ചെയ്തതുമൊക്കെയാണ് രാഹുൽ ഈശ്വറിന് തിരിച്ചടിയായത്. ഏതായാലും ഇന്നിപ്പോൾ രാഹുൽ ഈശ്വറിന് 15-ഓ 16 ദിവസത്തിന് ശേഷം രാഹുൽ ഈശ്വർ ഇന്ന് ജയിൽ മോചിതനാണ്. ശരി, അനന്തകൃഷ്ണനാണ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകിയത്. രാഹുൽ ഈശ്വറിന് ജാമ്യം ലഭിച്ചിരിക്കുകയാണ്.